ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബ്ലൂ ചിപ്പ് ടൈൽസിലാണ് കേട്ടോ. ഇത് ഇവരുടെ ഷോറൂമാണ്. അപ്പം ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട് ഈ ഇവിടുത്തെ ക്ലൈമറ്റിൽ ടൈൽ ഇടുന്നതും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷന്റെ കാര്യങ്ങളെക്കുറിച്ചും ഏതൊക്കെ ടൈപ്പ് ടൈലുകളുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ഡൗട്ടുകളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവരുടെ ഷോറൂം വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവരെ കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചോദിക്കാം. അതുപോലെ ഇവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം കേട്ടോ. അപ്പം ഇന്ന് ബ്ലൂ ചിപ്പ് ടൈൽസിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും ഇതാണ് ബ്ലൂ ചിപ്പിന്റെ ടൈൽസിന്റെ എൻട്രൻസ് കേട്ടോ. അപ്പം ചേട്ടാ, എന്നാണ്ട് വിശേഷം? പേരെന്നാ ചേട്ടൻ്റെ? ലിജോ. എത്ര നാളായി അയർലൻഡിൽ വന്നിട്ട്? ഞാനൊരു 3 വർഷം. 3 വർഷമായി. ഓക്കെ. ഇവിടെ എന്തുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ സെയിൽസിലാണ് അല്ലേ? ഓക്കെ. ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റുകളുണ്ട്? നമുക്കിപ്പോ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ വീടെടുക്കുന്ന ആൾക്ക് കീ ഞങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾ വീട്ടിലേക്ക് ഞങ്ങൾ കയറ്റി തരും. ആക്ച്വലി A to Z ഐറ്റംസ് ഓൾ ഇൻ വൺ ഷർട്ട് എന്ന് പറയില്ലേ. നമ്മളിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് നമ്മുടെ ടൈൽസ്, നമ്മുടെ ലാമിനേറ്റ് ഫ്ലോർസ്, ബ്ലൈൻഡ്സ്, സ്റ്റെപ്സ്, പിന്നെ നമ്മുടെ രൂപക്കോഡ്, മതാചാരികൾക്ക് രൂപക്കോഡ്, TV യൂണിറ്റ്സ്, അങ്ങനെ സ്റ്റെയർസ്, സാധനങ്ങൾ നമുക്ക്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഷോറൂമിന്റെ ഒരു ടൂർ പോലെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ ഞാൻ പരിചയപ്പെടുന്നത് വേറൊരു ചേട്ടനെയാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ, എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പേരെന്നാ ചേട്ടൻ്റെ? പേര് അനീഷ് എന്നാണ്. അനീഷ്. ഓക്കെ. ബ്ലൂ ചിപ്പിൽ എന്ത് ഭാഗമായിട്ടാ ചേട്ടൻ? ബ്ലൂ ചിപ്പിന്റെ ഞാനൊരു വൺ ഓഫ് ഡയറക്ടറാണ്. ഓക്കെ. അപ്പം ബ്ലൂ ചിപ്പിൽ വരുന്ന എല്ലാ കസ്റ്റമറെയും അവരുടെ എന്തെങ്കിലും സംശയങ്ങളോ അവരുടെ ഒരു വീട് സംബന്ധമായിട്ട് മേടിക്കുമ്പോഴും അതിനുശേഷം ഉണ്ടാകുന്ന അവരുടെ വീടിനകത്ത് ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, പണി സംബന്ധമായ സംശയങ്ങൾ, എന്ത് സംശയങ്ങളും ബ്ലൂ ചിപ്പിൽ ഞാൻ എന്നെ കൊണ്ട് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അവർക്ക് എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ്? ഈ സർട്ടിഫിക്കേഷന് നമുക്ക് ഇവിടെ ടൈല് സപ്ലൈ ചെയ്യുന്ന അതിന്റെ മാനുഫാക്ചേഴ്സ് അവരുടെ ഓരോ ഗവൺമെന്റും അവർക്ക് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ആ ടൈല് ഏത് കമ്പനിയിലാണ്, ആ കമ്പനിക്കുള്ള ISO സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ വരുന്ന അതിന്റെ എല്ലാം നമുക്കൊരു അവരുടെ സ്റ്റാൻഡേർഡ് അത് നമുക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ്. ക്വാളിറ്റിയുടെ സർട്ടിഫിക്കറ്റ്. ക്വാളിറ്റിയുടെ. ഓക്കെ. അപ്പൊ അത് നമുക്ക് വിശ്വസിക്കാം, ആ ടൈല് കറക്റ്റ് ആണ്. എനി ടൈം നമുക്കോട് വരാം. ഏത് കമ്പനിയുടെ വേണം നമുക്കത് ഇവിടെ നമുക്ക് റെഡിയാണ്. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ വന്നപ്പോഴേ ലച്ചുവിന്റെ നോട്ടം ഈ പാനലിലേക്കാണ് കേട്ടോ. അപ്പൊ ചേട്ടാ, ഈ പാനൽസ് ഒക്കെ എങ്ങനെയാ? അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? എങ്ങനെയാന്ന്? ഇത് നമുക്ക് 3 ടൈപ്പ് പാനലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. ഇത് നമുക്ക് SPC പാനൽ എന്ന് പറയും. ഈ പാനലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മീഡിയം ലൈൻ ഉണ്ട്, സ്മോൾ ലൈൻ ഉണ്ട്. ഇതിന്റെ 3-4 കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഈ പാനല് നമുക്ക് ബാത്റൂമിൽ ഉപയോഗിക്കാം, നമ്മുടെ വെറ്റ് ഏരിയയിൽ എവിടെ വെള്ളം ഉപയോഗിക്കാം, നമ്മുടെ ഒരു ലിവിംഗ് റൂമിൽ ഉപയോഗിക്കാം, എവിടെ വെള്ളം നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വാഷബിൾ ആണ്. വാഷ് ചെയ്ത് വേണേലും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അടുത്തതാണ് നമുക്ക് കോമൺ ആയിട്ട് അയർലൻഡ് എല്ലായിടത്തും കിട്ടുന്ന അക്യൂസ്റ്റിക് പാനൽ. അക്യൂസ്റ്റിക് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു MDFന്റെ മുകളിൽ ഒരു ലാമിനേഷൻ പോലെ ഒരു കോട്ടിങ് വന്നുള്ള സാധനമാണ്. പക്ഷെ ഇത് സൗണ്ട് പ്രൂഫ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ബട്ട് ഇതിന്റെ നമുക്ക് പൊടിയോ എന്തെങ്കിലും പിടിച്ചാൽ നമുക്ക് നമ്മുടെ ഹൂവർ ഉപയോഗിച്ച്, വാക്സ് ക്ലീനർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റൂ. അപ്പം അങ്ങനെ ഒരു നമുക്ക് ഓൾമോസ്റ്റ് നമുക്കത് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക്, പക്ഷെ ഏറ്റവും നമുക്കൊരു ബഡ്ജറ്റിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ഈ അക്യൂസ്റ്റിക് പാനലാണ്. ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. നമ്മൾ കമ്പയർ ഇതിനെ അക്യൂസ്റ്റിക് പാനൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ഇല്ല. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് വെറ്റ് ഏരിയയിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ പാനലാണ്. പക്ഷെ രണ്ടിലും ഈ കളറുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഒരു മോഡൽ കൂടിയാണ് ഈ പാനൽ. ഇത് MDF പാനൽ എന്ന് പറയും. അതായത് ഒരു MDFന്റെ ഇതില് ഈ പല കളറുകൾ, ഗോൾഡ്, ബ്ലൂ, കോപ്പർ, സിൽവർ, ഇങ്ങനത്തെ കളറുകളെല്ലാം വന്നിരിക്കുന്നതാണ്. ഇത് വെറ്റ് പൈപ്പ് ആണ്. വെറ്റ് പൈപ്പ് നമുക്ക് ഒരു 4 തുണികൾ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് ക്ലിയർ ആക്കി. ഓക്കെ. അപ്പൊ ചേട്ടൻ പറയുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റിലും എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കാം. ഇത് TV ശരിക്കും ഞാൻ കണ്ടേക്കുന്നത് ഈ സ്റ്റുഡിയോ റിലേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലൊക്കെ പർപ്പസ് സ്റ്റുഡിയോക്കാരാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്, കാരണം അക്വസ്റ്റിക് ആയതുകൊണ്ട്. അപ്പൊ ഇത് TV യൂണിറ്റിന്റെ ബാക്കിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് മലയാളീസിന്റെ വീട്ടിൽ എല്ലാ വീട്ടിലും TV ശരിക്കും എനിക്ക് തോന്നുന്നു TV യൂണിറ്റിലൊക്കെ ഇത് ഉപയോഗിക്കുന്നതിന്റെ മെയിൻ റീസൺ എക്കോ കുറയ്ക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയല്ലേ?
ഒരു അക്യൂസ്റ്റിക് പാനലാണ് ഇതിന്റെ ബാക്ക് ബോർഡ് വരുന്നുണ്ടോ. പിന്നെ ഇതൊരു ഭംഗിക്കായിട്ട് സൗണ്ട് ആയിട്ട് പ്രൂഫ് ചെയ്യാം, സൗണ്ട് പ്രൂഫ് ചെയ്യാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അക്വസ്റ്റിക് പാനലും ഉണ്ട്, അതുപോലെ നമുക്ക് വെറ്റ് ഏരിയയിൽ ഉപയോഗിക്കുന്നതും ഉണ്ട്. അപ്പം ഈ അക്വസ്റ്റിക് പാനൽ ഒരിക്കലും നമ്മൾ വെറ്റ് ഏരിയയിൽ പോയി ഉപയോഗിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പം നമ്മൾ മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പൊടി നമുക്ക് എന്തെങ്കിലും ഒരു തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു വെറ്റായിട്ട് തുണിയാണ് തൂത്ത് കഴിഞ്ഞാൽ അത് ചിലപ്പം അവിടെ ഇരിക്കും. പിന്നെ വെള്ളം ഇരുന്നിട്ട് നമുക്ക് അതൊരു നശിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടാത്ത വരും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ എന്നാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓരോ സാധനത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഫ്രണ്ട്സ്, ഇനി ഇപ്പൊ വേറൊരു പാനലോട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ കളക്ഷനാണ് ചേട്ടൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു ചേട്ടാ എന്തൊക്കെയാണെന്ന്. ഇത് നമുക്ക് ഒരുപാട് കളറിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർക്കോൾ പാനൽ എന്ന് പറയും. ഇത് ഒരുപാട് വെറൈറ്റി നമുക്കിപ്പം ഇനി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതിന്റെ പല ഇത് സ്മോൾ ലൈൻ ആണ്. സ്മോൾ ലൈന് ഗോൾഡൻ ഡോട്ടുകൾ വരുന്നത് കണ്ടു. പിന്നെ ഇത് ഗോൾഡൻ ലൈനുകൾ വരുന്നത് അതിന്റെ പല പാറ്റേണുകളുണ്ട്. വൈറ്റ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇതിനകത്ത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ബാംബു പൗഡർ, വുഡ് പൗഡർ, അതുപോലെ ലൈറ്റ് വെയ്റ്റ് കാൽസ്യം കാർബണേറ്റ്, പോളിമർ റെസിൻ, അങ്ങനെ കുറേ സാധനങ്ങൾ ചേർത്തിട്ടാണ് ഈ പാനലുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഏത് പാനലാണ് ഏത് സ്ഥലത്താണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ വെറ്റ് ഏരിയയിൽ ഉപയോഗിക്കാൻ സെപ്പറേറ്റ് പാനൽസ് ഉണ്ട്. അതുപോലെ അക്വസ്റ്റിക് ആയിട്ട് നമ്മൾ ടി വി യൂണിറ്റിനും ഇത് എന്ന് വെച്ചാൽ കുറച്ച് എക്കോയൊക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അക്വസ്റ്റിക് ആയിട്ടുള്ള പാനൽസ് ഉണ്ട്. അതിന് കുറച്ചുകൂടെ വില കുറവാണ്. പക്ഷേ അത് നിങ്ങൾ വാങ്ങിയിട്ട് ഒരിക്കലും ടോയ്ലറ്റിലോ അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള സ്ഥലങ്ങളിലോ വെക്കരുത്. അതിന് സെപ്പറേറ്റ് പാനൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി പാനൽസുകൾ സെലക്ട് ചെയ്യുക. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബ്ലൂ ചിപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ചേട്ടന്മാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം വേറെ കുറെ പാനലുകൾ, വേറെ ടൈപ്പ് പാനലാണ്. ഇത് ചാർക്കോ പാനൽ തന്നെ വേറെ പല ടൈപ്പുകളാണ്. ഓക്കെ, ഇതൊക്കെ ഇവിടുത്തെ ഷോപ്പുകൾ മറ്റു ഷോപ്പുകളിൽ നമുക്ക് കിട്ടാൻ ഇപ്പൊ സാഹചര്യം ഇല്ല. ഇതെല്ലാം നമുക്ക് പുതിയതായിട്ട് വരുന്ന പാനലുകളാണ്. ഇതൊക്കെ എവിടുന്ന് വരുന്നതാ? നമ്മുടെ നാട്ടിൽ നിന്ന്. ഇത് ഇന്ത്യ ചൈന കൂടുതൽ ഈ പാനലുകളെല്ലാം വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് പല രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഗോൾഡ്, കോപ്പർ, എല്ലാ ഡിസൈൻ വെറൈറ്റി ഓഫ് പാനലുകളാണ്. ഇത് വേറൊരു ടൈപ്പ് അല്ലേ? വേറെ ടൈപ്പ്. ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീടിന്റെ കളറിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. നമ്മുടെ റൂഫും ഫ്ലോറിംഗിന്റെ ബേസിൽ നമുക്ക് കളേഴ്സ് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. ചേട്ടാ, അപ്പൊ ഈ ചാർക്കോൾ പാനൽ നമുക്ക് വാഷബിൾ ആണല്ലേ? വാഷബിൾ ആണ്. പിന്നെ ഇത് ബെൻഡ് ആവില്ല അല്ലേ? ബെൻഡ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. വാട്ടർ പ്രൂഫ് ആണ് ഇത് സാധനം. ഓക്കെ, ഇതിലൊന്നും പോകില്ല നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. നമ്മൾ ഇപ്പൊ കാണിച്ച പാനലുകളുടെ ഒരു ഫുൾ ലെന്തിലുള്ളതാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞത്. ഇതാണ് ഇതിന്റെ ഫുൾ ലെന്ത് പാനൽ വരുന്നത്. ഓ, ഇത്രയും വരും അല്ലേ? SPC നമ്മൾ ആദ്യം പറഞ്ഞ സെക്ഷനുള്ള പാനല്. പിന്നെ നമുക്ക് ഈ സീലിംഗ് ചെയ്യാനായിട്ട് നമുക്ക് വൈറ്റ് ആയിട്ടുള്ള ഇതൊരു PVC പാനലിംഗ് ആണ്. ഇത് PVC പാനലാണ്. നമുക്കിപ്പോ നമ്മുടെ ബാത്റൂമിന്റെ ഒക്കെ ടോപ്പ് നമുക്ക് ഒരു വൈറ്റ് കളർ നമുക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് മോൾഡൊക്കെ നമുക്ക് വന്ന് പിടിച്ചിട്ട് നമുക്കത് ബുദ്ധിമുട്ടാക്കാതെ വളരെ ഷൈനി ആയിട്ട് നമുക്ക് ഇരിക്കാണ്. വളരെ ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത്. അതിന്റെ തന്നെ 3-4 കളറുകളാണ് ഈ ഇരിക്കുന്നത്. അത് നമ്മുടെ ബാത്റൂമിന്റെ ഒക്കെ ടോപ്പ് നമുക്ക് വളരെ നന്നായിട്ട് നമുക്ക് അത് പാനൽ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ് നമുക്ക് തുടച്ച് കളയാം. ഓക്കെ, അപ്പൊ അത് ഈ പാനലിന്റെ കൂട്ടത്തിൽ വരുന്ന ഇത് PVC പാനലാണ്. ഓക്കെ. ഫ്രണ്ട്സ്, ഇപ്പൊ പാനലിന്റെ കാര്യം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം? ഇനി നമുക്കൊരു ഒരാള് വീട് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് നമുക്ക് ടൈല്, ലാമിനേറ്റ്, സ്റ്റെപ്പ്, ബ്ലൈൻഡ്സ്, പിന്നെ അവരുടെ ഇന്റീരിയർ ഡിസൈന്, നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ബ്ലൂ ചിപ്പിൽ അവൈലബിൾ ആണ്. അതിൽ ഇനി അടുത്ത നമ്മുടെ സെക്ഷനാണ് നമുക്ക് ലാമിനേറ്റ് ഫ്ലോർ. ലാമിനേറ്റ് ഫ്ലോർ നമുക്ക് ഒരുപാട് വെറൈറ്റി ഉള്ള ലാമിനേറ്റ് ഫ്ലോർ ഉണ്ട്. അതും നമ്മളൊരു മീഡിയം ഹൈ ക്ലാസ് ബ്രാൻഡുകൾ മാത്രമാണ് നമ്മളിവിടെ സെല് ചെയ്യുന്നത്. അത് നമ്മൾ അതിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. ഇപ്പൊ ഒരു ലാമിനേറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കളർ കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ലാമിനേറ്റ് ഫ്ലോർ നമ്മൾ അത് മേടിക്കുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യരുത്. കാരണം ഒരു ക്വാളിറ്റി നമുക്ക് അതിന്റെ ബ്രാൻഡിൽ മാത്രം നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കളർ നമുക്ക് ഇത് ഏത് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഓൾമോസ്റ്റ് സെയിം കളറായിട്ട് നമുക്ക് തോന്നും. അതിന്റെ ക്വാളിറ്റി അതിന്റെ മേക്കിങ്ങിലാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം ഒരു ഫോണിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഐഫോണോ അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മറ്റു ഫോണുകളൊക്കെ നമ്മൾ ഒരു 150 രൂപയുടെ സ്മാർട്ട് ഫോൺ മേടിക്കുന്നതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും. പക്ഷെ അതിന്റെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഉപയോഗവും അതിന്റെ ലാസ്റ്റിംഗ് അതിന്റെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ച് മേക്ക് അനുസരിച്ചല്ലേ വരുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ലാമിനേറ്റ് ഫ്ലോറിൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം മേക്കിംഗ് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ. നമ്മളൊരു ലാമിനേറ്റ് ഫ്ലോർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്കൊരു മിനിമം ഒരു 20 അല്ലെങ്കിൽ 30 വർഷമായിട്ട് നമുക്ക് അതിന്റെ ലാസ്റ്റിംഗ് കിട്ടണം. ഓക്കെ. അപ്പം അതാ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞത്, നമ്മൾ അതിന്റെ ഒരു മേക്കിംഗ് നോക്കണം. അതായത് ഏതാണ് മേക്കിംഗ് അനുസരിച്ച് ഇതിന്റെ ക്വാളിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്ലോർ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ സെയിം കളറിലുള്ള സാധനം തന്നെ നമുക്ക് വേണം 10 യൂറോയ്ക്ക് അവൈലബിൾ ആയി. പിന്നെ അടുത്ത നമ്മൾ നോക്കേണ്ടതാണ് ഇതിന്റെ ഒരു ക്ലാസ്, അതായത് AC3A, AC4, AC5 എന്ന് പറഞ്ഞൊരു ഈ ക്ലാസിഫിക്കേഷൻ. ഇത് നമുക്ക് ഇതിന്റെ ഇതിന്റെ മേലത്തെ കോട്ടിങ് ഇവര് കാൽക്കുലേറ്റ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പൊ അതനുസരിച്ച് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ തന്നെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഇപ്പം അതുണ്ടോ, സിങ്ക്രണൈസ് സ്ട്രക്ചർ, 48 hours, വാട്ടർ റെസിസ്റ്റന്റ്, 30 years ഗ്യാരണ്ടി, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതേപോലെ ചോദിക്കേണ്ട വേറൊരു കാര്യം, ഇതിലിപ്പോ എന്തെങ്കിലും സ്റ്റെയിൻ, ഇപ്പം നമ്മളുടെ ഒരു ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ കുക്കിങ്ങിനൊക്കെ പറഞ്ഞാൽ കൂടുതൽ മസാലകള്, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ എല്ലാം കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇൻ കേസ് ആക്സിഡന്റലി ഇതിൽ പറ്റി കഴിഞ്ഞാൽ ഇത് അബ്സോർവ് ചെയ്യുമോ, നമുക്ക് ഈസി അത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കുമോ? അങ്ങനത്തെ ഒരു സാധനം ഇതിലോട്ട് അബ്സോർവ് ആകത്തില്ല. ഇതിലോട്ട് അബ്സോർവ് ആകുന്നത് കെമിക്കൽസ് വീണല്ല ഇത് അബ്സോർവ് ആവും. നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി അതൊക്കെയാണ് നമുക്ക് കളർഫുൾ ആയിട്ട് കുക്കിംഗ് വരുള്ളൂ. മഞ്ഞൾപ്പൊടി യൂഷ്വലി അങ്ങനെ കളറായിട്ട് വരുന്ന സാധനമല്ലോ. മഞ്ഞൾപ്പൊടി മാത്രമാണ് നമുക്കൊരു അത്, പക്ഷേ ഇതിലൂടെ അബ്സോർവ് ആകത്തില്ല. അത് നമുക്ക് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് തൂക്കിവിട്ടാൽ പോകുന്ന സംഭവമാണ്. ബട്ട് ഇതിന്റെ അകത്ത് നമ്മള് കെമിക്കൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്നല്ലാതെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഡാമേജ് ഈ സാധനം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുഴപ്പം കൊണ്ടല്ലാത്ത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനി ഇതിന് പറയുന്നത് 30 വർഷം വാറന്റിയാണ്. ഈ 30 വർഷം ഗ്യാരണ്ടി 48 hours ഇത് വെള്ളത്തിൽ കിടന്നാലും ഇതെന്നാന്ന് വെച്ചാൽ ഇതിന് യാതൊരു കേടുപാടും സംഭവിക്കില്ല. ആന്റി ബാക്ടീരിയൽ സർഫസ് ആണ് ഇത് കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞത് ഹൈ അബ്രാക്ഷൻ. ഈ അബ്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് AC4 എത്രമാത്രം ഉറച്ചിൽ ഇതിന് മേലുണ്ടാവാം. അത് ഇതിപ്പോ നമുക്ക് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് ഇപ്പൊ നമ്മളൊരു 3 പേര് 5 പേര് കയറി പോകുന്ന അത്ര വല്ലല്ലോ ഒരു ഷോപ്പിംഗ് സെന്ററിലോട്ട് ആൾ കയറി പോകും. അതിനനുസരിച്ച് ഇതിന്റെ ഇയർ ഓഫ് അവരുടെ ഗ്യാരണ്ടി മാറും. അപ്പൊ അതിന് ഒരു കൊമേഴ്ഷ്യൽ ഗ്യാരണ്ടി ആയിട്ട് 8 വർഷത്തേക്കായിരിക്കും വരും. പക്ഷെ നമുക്കിത് നമ്മുടെ ഹോം യൂസിന് വരുമ്പോഴത്തേക്ക് ഇത് 30 വർഷം ഗ്യാരണ്ടി എന്നുള്ള കാര്യം കമ്പനിക്ക് അറിയുന്നത് കറക്റ്റ് ആണ്. കാരണം അതിനുള്ള ഒരു എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ടാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ അകത്ത് കമ്പനിയുടെ അല്ലാത്ത എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതിന്റെ ഗ്യാരണ്ടിയിൽ കമ്പനി അത് കവർ ചെയ്യില്ല. കമ്പനിയുടെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണെങ്കിൽ 30 വർഷത്തിനകത്താണ് കമ്പനിയുടെ തന്നെ ചെലവിലാണ് കംപ്ലീറ്റ് സാധനങ്ങൾ മാറത്തില്ല. അതായത് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നമ്മുടെ ഇപ്പൊ നമുക്ക് ഇപ്പൊ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സാധനം താഴെ പോയി അതിൽ വീണു അല്ലെങ്കിൽ അതൊക്കെ സാധനം സംഭവിക്കത്തില്ല. അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും നമ്മൾ സംഭവിച്ചാൽ മഞ്ഞൾപ്പൊടി ഒന്നും ഒരിക്കലും ഇതിന് എഫക്ട് ആവില്ല. അത് നമ്മൾ തൊട്ടാൽ നേരത്തെ നമുക്കൊരു 12 hours വാട്ടർ റെസിസ്റ്റന്റ് സാധനങ്ങളായിരുന്നു കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് വന്നൊരു ഇന്നോവേഷൻ ആണ് ഈ വാട്ടർ റെസിസ്റ്റന്റിന്റെ റേറ്റ് ഒരു കൂട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഐറിഷ് കസ്റ്റമേഴ്സും എല്ലാവരും എന്താണെന്ന് വെച്ചാൽ അവരുടെ കിച്ചണിന്റെ അകത്തെ ടോയ്ലറ്റിനകത്തൊക്കെ ഇവര് കൂടുതലും നമ്മുടെ ലാമിനേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ ഇടുമ്പോഴത്തേക്ക് നമ്മളിപ്പം വെള്ളത്തിൽ നമുക്ക് കിടക്കുന്നില്ലല്ലോ ഇവിടെ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് മോപ്പ് ചെയ്യണം. അപ്പൊ അതിന് പറ്റുന്ന രീതിയിൽ അവിടെ വെള്ളം ഒന്നും കിടന്നാലൊന്നും ഒരു പ്രശ്നം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് 48 hours അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വരുന്നില്ലെങ്കിൽ അത് അബ്സോർവ് ചെയ്ത് പോകും ഇവിടുത്തെ ഹീറ്റിംഗ് സിസ്റ്റം വരുമ്പോൾ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 48 hours ഒക്കെ നമുക്ക് ഇനഫാണ് നമ്മുടെ വീട്ടിൽ. അപ്പൊ നമുക്ക് ഒരിക്കലും അതിന് ചാൻസ് ഇല്ല. കാരണം നമ്മൾ ബാത്റൂമിലൊക്കെ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ചാൻസ് ഇല്ല. എന്തെങ്കിലും വെള്ളം ലീക്കായ മാത്രമേ നമുക്ക് അതിനോട് ചാൻസ് ഉള്ളൂ. എങ്കിലും അത് നമുക്ക് കുറച്ചും കൂടെ സെക്യൂർ ആണ്. അതില് തന്നെ വരുന്ന അതായത് വലിയ ലാമിനേറ്റിന്റെ ഇതിന് ഓർണത്തിന് പ്ലാങ്ക് എന്നാ പറയുന്നത്. വലിയ പ്ലാങ്ക് ഉണ്ട്. അതിന്റെ തന്നെ ഇത് അതിൽ തന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. അതിലും വലിയ പ്ലാങ്കാണ് ഇത് വരുന്നത്. നമുക്ക് പല റേഞ്ചിൽ ഈ സാധനം നമുക്ക് അവൈലബിൾ ആണ്. ഇത് ക്രോണോപോൾ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബ്രാൻഡാണ്. ക്രോണോപോള് ഈ ഫ്ലോർ ഇതെല്ലാം ഇവിടുത്തെ ലീഡിംഗ് കമ്പനീസ് ആണ്. ഏറ്റവും ഹൈ ബ്രാൻഡ് സാധനങ്ങളാണ്. അതിന്റെ ക്വാളിറ്റി നമുക്ക് ഇവിടുത്തെ ജസ്റ്റ് നമുക്ക് ഗൂഗിൾ ചെയ്ത് അതിന്റെ ക്വാളിറ്റി അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പൊ ഇതൊക്കെ ഈ ക്രോണോപോൾ സുപ്രീം എന്നൊക്കെ പറയുന്നത് മെയിൻ ആയിട്ട് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് ക്രോണോ 6 എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ക്രോണോപോൾ. ഇത് പോളണ്ടിൽ ഉണ്ടാക്കുന്നത്. അത് പക്ഷെ അവരുടെ മദർ കമ്പനി ഒന്ന് തന്നെയാണ്. ഇത് അയർലൻഡിലെ യൂറോപ്പിലെ അങ്ങനെ വേണം പറയാം യൂറോപ്പിലെ ലീഡിംഗ് കമ്പനിയാണ്. ഹൈ ബ്രാൻഡ് കമ്പനിയാണ് ഇതെല്ലാം. ഇത് നമുക്ക് ഏത് അഗ്രി ഷോപ്പിൽ ചെന്നാലും നമുക്ക് കിട്ടും. അപ്പൊ ഓരോന്നിനും അവരുടെ ഒരു വില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അവരുടെ ഷോപ്പ് അവർ ഇരിക്കുന്ന ലൊക്കേഷനൊക്കെ അനുസരിച്ച്. ബാക്കി ക്വാളിറ്റി സാധനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം മാനുഫാക്ചർ തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പം എല്ലാ അരി ഷോപ്പുകളിലും നമുക്ക്, അതായത് ഒട്ടുമിക്ക ഹൈ ആയിട്ടുള്ള സാധനങ്ങൾ സെല് ചെയ്യുന്ന എല്ലാ അരി ഷോപ്പുകളിലും നമുക്കിത് കിട്ടുന്നതാണ്. അപ്പൊ ഇതൊരു ഹൈ ബ്രാൻഡ് സാധനമാണ്. ക്രോണോപോള്, ഫ്ലോറ്, വുഡ് ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞ ഹൈ ബ്രാൻഡ് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇതെല്ലാം ചുമതല ചെയ്യുന്നത്. അതിനകത്ത് വേറെ സാധനങ്ങൾ വുഡീസ്, ബിയാനുകൾ എല്ലാം നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ ഷോപ്പിൻ്റെ കുറച്ചുകൂടെയൊക്കെ അകത്തോട്ട് കയറാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഫ്ലോറിങ്ങിൻ്റെ ലാമിനേറ്റിൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള ക്വാളിറ്റിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വിനീഷ്, ഇതിപ്പം സാധാരണ നമ്മുടെ മലയാളി കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഇതിന് നമ്മുടെ ഹിയറിംഗ് ബോൺ എന്ന് പറയും. ഇത് കണ്ടോ? ഓക്കെ. ഇത് എംപയർ എന്ന് പറഞ്ഞ ഈ കമ്പനി നമുക്ക് ലൈഫ് ടൈം വാറണ്ടി തരുന്നത്. ഓക്കെ. ഇത് കണ്ടോ? നമുക്ക് അത് 12 mm തിക്നെസ്സിൽ വരുന്നതാണ്. ഈ തിക്നെസ് എന്ന് പറയുന്നത് ഇതിന്റെ തിക്നെസ്, ഈ വുഡിന്റെ തിക്നെസ് ആണ്. ഈ തിക്നെസ്സിൽ അത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, 48 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ലൈഫ് ടൈം വാറണ്ടിയാണ് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ഇതിന്റെ ജോയിന്റിങ്ങിന്റെ കട്ടാണ്. ഇനി V4 എങ്ങനെയാണ് ആ പ്ലാങ് ജോയിന്റ് ആകുന്നുള്ളത് ഓരോന്നും. ഇതിന്റെ വാറണ്ടി എന്ന് പറയുമ്പോൾ കമ്പനി ലൈഫ് ടൈം വാറണ്ടി അപ്രോക്സിമേറ്റ്ലി 100 years ആണ്. ലൈഫ് ടൈം ആണ് അവർ വാറണ്ടി അവർ ഉദ്ദേശിക്കുന്നത്. അല്ല, അവര് എന്ത് ഉദ്ദേശിക്കുന്നത് കോട്ടിങ്. അത് ഈ ഒരു ടൈപ്പിനെ കുറിച്ച് ഏതാണോ ഹിയറിംഗ് ബോൺ ഉള്ളത്, ആ സെയിം ഹിയറിംഗ് ബോണിൽ നമുക്ക് ലാമിനേറ്റിന്റെ വേറൊരു സെക്ഷൻ, ലാമിനേറ്റിന് വലിയ പ്ലാങ്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇത് അതിന്റെ ഒരു വലിയ പ്ലാങ്ക്, അതിന്റെ ഹിയറിംഗ് ബോൺ നമുക്ക് ഇവിടെ ഒരുപാട് നമ്മുടെ ഇന്ത്യൻസിനും മലയാളീസ് ഇഷ്ടമുള്ള സാധനമാണ് ഈ ഹിയറിംഗ് ബോൺ എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ സെയിം ഈ കളറിന്റെ തന്നെ നമുക്ക് അതിന്റെ സെയിം നമുക്ക് അതിന്റെ സെയിം തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നമുക്ക് വെറൈറ്റി ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ആണ് നമുക്ക് SPC എന്ന് പറയും. SPCയിൽ നമുക്ക് വരുന്നതാണ് നമുക്ക് ഒരു ഇത് 100% വാട്ടർ റെസിസ്റ്റന്റ് ആണ്. 100% വാട്ടർ റെസിസ്റ്റന്റ് ആണ്. നമുക്ക് ഒരു ടൈൽ എഫക്റ്റിലാണ് ഈ സാധനം. ഇത് ടൈൽ പോലെ ഇരിക്കുന്നത്. ഇതിന്റെയൊക്കെ മെറ്റീരിയൽ എന്തുവായിരിക്കും? ഇതിന്റെ മെറ്റീരിയൽ ഇത് SPC, അതായത് വിനയിലും സിമെന്റും കൂടെ മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ് SPC. അത് 100% വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഇതിന്റെ പുറകിൽ ഒരു ചെറിയ ഒരു കറുത്ത ലൈനിങ് കാണാം. ഇതൊരു അക്യൂസ്റ്റിക് ആയിട്ട് വരുന്നത് നമുക്കൊരു അണ്ടർലൈൻ ഇതിനകത്ത് ഇൻബിൽറ്റ് ആണ്. അത് മേക്ക് ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ്. അതിന്റെ നമുക്കൊരു ടൈൽ എഫക്റ്റ് ആണ് നമുക്ക് ഇത് വരുന്നത്. ഇത് കണ്ടാൽ തന്നെ ഒരു ടൈൽ പോലെ ഇരിക്കുന്നു. ടൈൽ എഫക്റ്റ് വരുന്ന ഇതാണ് വൈറ്റ്. ഇത് നമുക്കൊരു ഗ്രേ, ഇതൊരു ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ ഒക്കെ കളർ വരുന്നുണ്ട്. ഓക്കെ. ഇത് അതിൽ തന്നെ നമുക്ക് ഇതെല്ലാം നമ്മുടെ യൂറോ ഹോംസ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഇതുപോലെ ബ്രാൻഡുകൾ. ഇത് നമുക്ക് 8 mm, 8 mm, 10 mm, 12 mm, 14 mm തിക്നെസ് നമുക്ക് അവൈലബിൾ ആണ്. തിക്നെസ് കൂടുന്നതിനനുസരിച്ച് എന്തെങ്കിലും കൂടുന്നതിനനുസരിച്ച് ഒരു സൗണ്ടിന്റെ ഒരു നമുക്ക് സൗണ്ട് റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു കുറച്ചും കൂടി ഇത്ര ഒരു 2 dB 3 dB ഒക്കെ നമുക്ക് ഡെസിബിൾ നമുക്ക് വ്യത്യാസം ഉണ്ടാവും. സൗണ്ട് പ്രൂഫ് ആയിട്ട് വരും. പ്രൂഫായിട്ട് നമുക്ക് ഒരിക്കലും കിട്ടൂല. സൗണ്ടിന്റെ അതിന്റെ dB നമുക്ക്, അതായത് നമുക്ക് സൗണ്ട് താഴോട്ട് വരും നമുക്ക് കുറയ്ക്കാം. നമുക്കൊരു ഫസ്റ്റ് ഫ്ലോറിലൊക്കെ നമ്മൾ ഈ സാധനം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്കത് ഒരു ഗ്ലോസി മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഗ്ലോസി ആയിട്ടുള്ള ഗ്ലോസിയിൽ തന്നെ നമുക്ക് വരുന്നതാണ്. അതിൽ തന്നെ ഒരു ടൈലിന്റെ എഫക്ട് വരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ? ഗ്ലോസിയിൽ നമുക്ക് ടൈലിന്റെ എഫക്ട് വരുന്നത്. ഓക്കെ. കൂടുതലും പക്ഷെ ഇവിടെ ആൾക്കാർ എടുക്കുന്നത് മാറ്റ് ഫിനിഷ് പോലത്തെ സാധനങ്ങളാണ്. അത് ഈ സ്ക്രാച്ച് ഒഴിവാക്കാനായിരിക്കും അല്ലെ? നമുക്കൊരു 20% കൂടെ നമ്മൾ ഒരു പുതിയ വണ്ടിയൊക്കെ മേടിക്കാൻ നമ്മൾ കഴുകി കഴിയുമ്പോൾ ഒരു സ്കെയിലിംഗ് പോലെ അങ്ങനത്തെ ഒരു അത് വരാൻ ചാൻസ് ഉള്ളതാണ് ഇൻ ഫ്യൂച്ചറിൽ. പക്ഷെ എന്ന് വെച്ചാൽ അതൊരു കംപ്ലൈന്റ് ആയിട്ട് വരത്തില്ല. നമ്മൾ ഒരുപാട് ഒട്ടും സ്ക്രാച്ച് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്ന് പറഞ്ഞ പോലെ ഇതാണ് ഒരു പ്ലാങ്ക് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇതാണ് ചെറുതായിട്ട് വരുന്ന സംഭവങ്ങൾ. അത് ജോയിൻ ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇവര് ബോർഡ് ഇവിടെ അടിച്ച് എങ്ങനെയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഈ ഇരിക്കുന്ന ഓരോ മോഡലിൽ എങ്ങനെയാണ് ഫ്ലോറിൽ ചെയ്താൽ നമുക്ക് ഇവിടെ വരുന്നവർക്ക് നമുക്ക് ഇത് ചെയ്തിട്ടുണ്ട്, സാമ്പിൾ ചെയ്തിട്ടുണ്ട്. സാമ്പിൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഇരിക്കുന്ന ഒരു ഫ്ലോറ് നമ്മുടെ ഫ്ലോറിൽ വന്നാൽ എങ്ങനെ ഇരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ. ഇതിന്റെയൊക്കെ ക്ലീനിങ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലി ഈ ലാമിനേറ്റ് ക്ലീനിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണോ? സാധാരണ ടൈല് നമുക്ക് ഒരുപാട് നമുക്ക് ഇവിടെ സബ്സ്റ്റൻസ് നമുക്ക് കിട്ടും, ക്ലീനിങ് സൊല്യൂഷൻ കിട്ടും. നമുക്ക് ലാമിനേറ്റ് ക്ലീനർ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെറ്റായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകരുത്. നമ്മൾ മോപ്പ് ചെയ്ത് നമ്മളൊരു ജസ്റ്റ് ഒരു വെറ്റായിട്ടുള്ള ഒരു സാധനം വെച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കത്തില്ലേ, അത് ഇതിൽ എന്ത് വെള്ളം ചെയ്യാം. ഇതിലിരിക്കുന്ന ഏത് ഐറ്റം 12 hours ആണ് ഇവിടെ ഇരിക്കുന്ന മിനിമം നമ്മുടെ വാട്ടർ റെസിസ്റ്റന്റ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ലാമിനേറ്റും. പിന്നെ നമുക്ക് 48 ഉണ്ട്, 72 hours ഇവിടെ ഇരിക്കുന്നു. 72 hours വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ട്.
അതിൽ കുറച്ച് വെള്ളം കിടന്നാലും പ്രശ്നമില്ല. 72 hours വാട്ടർ റെസിസ്റ്റൻസ് സാധനം ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ നോർമൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് ഈ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, വളരെ നമ്മൾ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ നമ്മുടെ ഒരു വെറ്റ് മോപ്പ് വെച്ചിട്ട് നമുക്ക് മൊത്തം ക്ലീൻ ചെയ്ത് പോകാം. അത് വർഷങ്ങളായാലും ആ ഒരു കളറിന് ഒരു വ്യത്യാസം. അതാ ഞാൻ പറഞ്ഞത്, അതാണ് കമ്പനി നമുക്ക് തരുന്ന വാറണ്ടി. അതിൽ വരുന്ന വാറണ്ടിയിൽ ആ കമ്പനിയുടേതായ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണെങ്കിൽ കമ്പനി അത് നമുക്ക് റീപ്ലേസ് ചെയ്ത് തരും. അതാണ് അവർ 20 years വാറണ്ടി അല്ലെങ്കിൽ 30 years വാറണ്ടി, ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുന്നത്. അതൊക്കെ അല്ലാതെ അവർ പ്രൂവ് ചെയ്താണ് ഇതെല്ലാം വിടുന്നത്. അപ്പം നമുക്കത് തീർച്ചയായിട്ടും നമുക്കത് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് ഒരുമിച്ച് അങ്ങനെ വെച്ചെടുക്കുന്ന ഇതാണ് മറ്റേ ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് SPC ബോർഡ് എന്ന് പറയുന്നത്. ഇതിങ്ങനെയാണ് വരുന്നത്. ഒരു ഇതിനെ തന്നെയല്ല വിനൈൽ എന്ന് പറയുന്നത്. LVT എന്ന് പറയുന്നത്. LVT നേരത്തെ ആയിരുന്നു. LVT ഇപ്പൊ മാറി SPC എന്ന് പറഞ്ഞ മെറ്റീരിയൽ വരികയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സിമെന്റ് മിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇതിന്റെ പുറകിൽ ഒരു അണ്ടറിലെ നമുക്ക് ഓൾറെഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ഇച്ചിരി ഷോക്ക് ഒക്കെ അബ്സോർബ് ചെയ്യാനും ഇതിന് ഓൾറെഡി ഒരു അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആന്റി ബാക്ടീരിയൽ സൗണ്ട് അക്യൂസ്റ്റിക് അണ്ടർലയാണ് ഇതിന് വരുന്നത്. സൗണ്ട് അക്യൂസ്റ്റിക് ആന്റി ബാക്ടീരിയൽ അണ്ടർലയാണ് ഇതിൽ വരുന്നത്. ഇത് ഓൾറെഡി ഈ പ്രോഡക്റ്റിന്റെ കൂടെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇത് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് കുറച്ച് അറിയില്ലാത്തൊരു മേഖലയാന്ന് തോന്നുന്നു. നമ്മൾ ഒരു 95 അപ്രോക്സിമേറ്റ് 90-95 എങ്കിലും നമുക്ക് ഫ്ലോർ ലെവലായിരിക്കണം ഈ സാധനം. അതല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഇതിന്റെ ലോക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് വളരെ അതായത് ലെവലായിരിക്കുന്ന ഫ്ലോറിലുള്ള നമ്മൾ ഇടാൻ ഇത് ശ്രദ്ധിക്കാവുള്ളൂ. ബട്ട് 100% വാട്ടർ റെസിസ്റ്റൻസ് അക്യൂസ്റ്റിക് ആണ്, ആന്റി ബാക്ടീരിയൽ ആണ്, എല്ലാം ഉണ്ട്. ഇതാണ് അതിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു 90 above നമ്മുടെ ഫ്ലോർ ലെവലായിരിക്കണം. ചേട്ടാ, ഞാനിത് കണ്ടിട്ടുണ്ട് പലയിടത്തും. ഇങ്ങനത്തെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ വെച്ചിട്ടല്ലേ അവർ ജോയിൻ ചെയ്യുന്നത്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇതെങ്ങനെ ചൂസ് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം? ഇത് മെറ്റൽ പ്രൊഫൈൽ എന്ന് പറയും. മെറ്റൽ പ്രൊഫൈൽ പല കളറുകളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാഗണി കളറാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം നമ്മൾ ഈ ഒരു ലാമിനേറ്റ് ഫ്ലോർ മേടിച്ചു. അത് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് ഈ കളറുമായിട്ട് മാച്ചിങ് ആണ്. അപ്പൊ ഒരു ഗ്രേ കളർ മേടിച്ചു, അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ മേടിച്ചു, ഇത് നമുക്ക് അത് മാച്ച് ചെയ്തെടുക്കാം. അതായത് നമ്മള് ബാത്റൂമിലോ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കാർപ്പറ്റ് ആണെങ്കിൽ അവിടെയൊക്കെ നമ്മൾക്ക് ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങൾ വരും. അപ്പൊ നമ്മൾ ഈ മെറ്റൽ പ്രൊഫൈലുകൾ വെച്ചിട്ടാണ് നമ്മളിത് ജോയിൻ ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഫ്ലോറിലുണ്ട്, നമ്മുടെ ഇവിടുത്തെ ഫ്ലോറിൽ കണ്ട നമ്മള് ജോയിൻ ചെയ്തേക്കുന്നത്, ഇതിനെയാണ് നമ്മൾ മെറ്റൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അതിന് പല കളറുകൾ നമുക്ക് അതിലുള്ള വരുന്ന കളറുകളാണ്. അതായത് രണ്ട് ഡിസൈൻ അവിടെ നമുക്ക് മാറ്റിയിടാൻ നേരത്തേക്ക് നമ്മൾ മെറ്റൽ പ്രൊഫൈൽ വെച്ചിട്ടാണ് നമ്മളത് ജോയിൻ ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം കേട്ടോ. ഇനി ഇവർക്ക് അടുത്തതായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചേട്ടാ, അടുത്ത നമ്മൾ ബ്ലൂ ചിപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എനിക്ക് കുറേ ശോഭയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത നിങ്ങളുടെ എന്താണ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും? ഇപ്പോൾ നമുക്കൊരു വീട് മേടിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു വീടിന്റെ വിലയുടെ വെച്ച് നോക്കുമ്പോൾ അറിയാം, ആൾക്കാർ നല്ല സാമ്പത്തിക ഞെരുക്കത്തിലാണ് ഇപ്പം വീട് മേടിക്കുന്നത്. അതെ. അപ്പം ഇപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് നല്ലൊരു ലെതറിന്റെ സോഫ മേടിച്ചിടണം. അപ്പം ഇപ്പം ഞാനൊക്കെ വീട് മേടിച്ചപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്തുണ്ടായ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളൊരു 3000-4000 euro റേഞ്ചിലാണ് നമ്മൾ ആ സാധനം മേടിക്കുന്നത്. അപ്പൊ മിനിമം ഞാനതൊരു 15 years അല്ലെങ്കിൽ 20 years എനിക്കത് യൂസ് ചെയ്താലുള്ളൂ എനിക്കത് മുതലാവുകയുള്ളൂ. ആ സമയത്ത് ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫാബ്രിക് ആയിട്ട് വരുന്ന സോഫകളാണ്. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 1000-1500 ഇടയ്ക്ക് വരുന്ന റേഞ്ചുകളാണ് ഇവിടെ നമുക്ക് വരുന്ന സോഫ വരുന്നത്. അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ മേടിക്കുന്ന ലെതർ സോഫയായിട്ട് ഞാൻ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതൊരു 5 വർഷം ഉപയോഗിച്ചിട്ട് ദൂരെ കളഞ്ഞാലും എനിക്ക് അതിന്റെ പ്രൈസ് വൈസിൽ ഞാൻ ഹാപ്പിയാണ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ എനിക്കൊരു 5 വർഷം കഴിഞ്ഞ് തോന്നുവാണ് എനിക്ക് എന്റെ വോളിന്റെ പെയിന്റ് ഒക്കെ മാറ്റി എനിക്ക് എന്നാ ഇത് കളഞ്ഞേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡംപ് ചെയ്യുന്നതിന് എനിക്ക് ഒരു 50 അല്ലെങ്കിൽ 100 euro എനിക്ക് വരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ ആദ്യം മേടിച്ച പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് 4 പ്രാവശ്യം സോഫ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഏറ്റവും ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ ഓൾറെഡി മേടിച്ചപ്പോൾ ഇപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റാതെ നിൽക്കുവാണ്. കാരണം പ്രൈസ് കൊടുത്താണ് ഞാൻ മേടിച്ചത്. ഏകദേശം 4500 കൊടുത്തു എനിക്ക് 4500 euro കൊടുത്ത് ഞാൻ മേടിച്ചത്. അപ്പം ഇവിടെ ഉള്ള നിങ്ങളുടെ കളക്ഷനിലുള്ളതെല്ലാം ഫാബ്രിക് ആണ് കൂടുതൽ. നിങ്ങൾ ഫാബ്രിക് സോഫ എടുക്കും. ഫാബ്രിക് ആയിട്ട് വരുന്ന ലെതറിന്റെ എഫക്ട് വരുന്ന സോഫകളുണ്ട്. അപ്പൊ നമുക്ക് അതിൽ റിയൽ ഫാബ്രിക് ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് അതിന്റെ ഒരു ഗുണം ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്. വില വ്യത്യാസം ഇപ്പോഴത്തെ നമുക്കൊരു എന്നാ പറയുന്നത്, നമുക്ക് ഒരുപാട് ലോണിലോട്ടും പോകണ്ട, എന്നാൽ നമുക്ക് വീട്ടിലോട്ട് ഒരു മിനിമം ഒരു 5 അല്ലെങ്കിൽ 10 വർഷം നമുക്ക് സുഖമായിട്ട് ഈ സോഫ നമ്മൾ കെയർ ചെയ്യുന്ന ഉപയോഗിക്കാൻ പറ്റും. അത്
10 അല്ലെങ്കിൽ 15 വർഷത്തേക്ക് പൊക്കോളൂ, അല്ലെങ്കിൽ 20 വർഷത്തേക്ക് പൊക്കോളും. പക്ഷെ നമ്മൾ എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. അതിന്റെ ഒരുപാട് കളറുകൾ, അതിപ്പോൾ ഞാനിപ്പോൾ എന്നാ വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സ്ഥലത്തിന്റെ കുറവുള്ളത് കൊണ്ട് നമുക്ക് എല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതെല്ലാം റെഡി സ്റ്റോക്കാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് നാളെ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിന്റെ ഒരുപാട് സാധനങ്ങൾ ഇപ്പം നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് 3 സീറ്റർ 2 സീറ്റർ ഒരു പാക്കായിട്ട് വരും. അല്ലെങ്കിൽ 3 സീറ്റർ 1 സീറ്റർ പ്ലസ് 1 സീറ്റർ എന്ന് പറഞ്ഞ പാക്കിലാണ് വരുന്നത്. അപ്പം അതില് തന്നെ ബീച്ച് കളറ് മെറ്റീരിയൽസുകളെല്ലാം ഏകദേശം സെയിം ആയിട്ട് വരുന്നത്, ലെതർ എഫക്റ്റ് വരുന്നത്, അങ്ങനെ പല കളറുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ കോർണർ ഷെൽഫ്, കോർണർ സോഫകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഇതിന്റെ പ്രൊഡക്റ്റ് അങ്ങനെ ഉള്ള വാറന്റിയും കാര്യങ്ങളും ഇതെല്ലാം 1 ഇയർ നമുക്ക് വാറന്റി ഉണ്ട്. നമുക്ക് സാധാ ഐറി ഷോപ്പുകളിൽ കിട്ടുന്ന പോലെ തന്നെയല്ല വാറന്റി നമുക്ക് ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഈ മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ ഈ സെയിം മെറ്റീരിയൽ കളറിൽ വരുന്നത്. ഇതൊരു 3 കളർ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് സ്റ്റോപ്പ് എനി ടൈം നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ മെറ്റീരിയലാണ് ഞങ്ങൾ ഓരോന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സെയിം ഇതിന്റെ തന്നെയാണ് നാം പറഞ്ഞത് കോർണർ സോഫ എല്ലാം വരുന്നത് ഈ മെറ്റീരിയൽ തന്നെ സോഫയാണ്. ഇതിന്റെ 3 സീറ്ററും വരുന്നത് സെയിം തന്നെയാണ് വരുന്നത്, 1 സീറ്ററും വരുന്നത് സെയിം ആണ്. ഇതാണ് മറ്റേ ഞാൻ കാണിച്ച ഈ ഒരു കോർണർ യൂണിറ്റിന്റെ തന്നെ ഈ സെയിം മെറ്റീരിയൽ സെയിം ആണ്. നമുക്ക് അതിന്റെ കോർണർ യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ മെറ്റീരിയൽ ഏത് വേണം എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, ഏത് ടൈപ്പ് സോഫ വേണം എന്നുള്ളത് ഇതിന്റെ തന്നെയാണ് നമുക്ക് അതിന്റെ കോർണർ യൂണിറ്റും വരുന്നത്. ഓക്കെ. ഇത് റിയൽ ഫാബ്രിക്കിൽ തന്നെ വരുന്നതാണ്. ഇതിന്റെ ഈ 2 കളർ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ നമുക്ക് ഈ 2 കളർ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്കൊരു ഒലിവ് ഗ്രീനിൽ വരുന്ന സാധനമാണ്. ഇതെല്ലാം നമ്മുടെ എല്ലാ ലീഡിംഗ് ആയിട്ടുള്ള ഐറി ഷോപ്പുകളിലും നമുക്ക് ഇത് അവൈലബിൾ ആയതാണ്. ഈ സെയിം മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പ് അറൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അപ്പൊ അത് അപ്പം ഈ മെറ്റീരിയലും അവിടെ കിടക്കുന്ന വില അത് ഇവിടെ കിടക്കും. ഞാൻ അതൊരു കമ്പയർ ചെയ്യുന്നത് അങ്ങനെയല്ല. നമുക്കൊരു വീട് മേടിക്കുമ്പോഴുള്ള ഞങ്ങൾ ആ കസ്റ്റമർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാനാണ് ഞങ്ങളിത് ഇതുകൊണ്ട് നമ്മളിപ്പോൾ സെല് ചെയ്യുന്നത്. ഇതൊരു റിക്ലൈനർ ആയിട്ടുള്ള ഒരു ചെയറാണ്. നമുക്ക് ഒരു വളരെ ഈസി ആയിട്ട് ഒരു മൊബൈലൊക്കെ വെച്ച് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ 3 കളർ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു ബീച്ച് കളർ നമുക്ക് അവൈലബിൾ ആണ്, ഒരു ഓറഞ്ച് കളർ നമുക്ക് അവൈലബിൾ ആണ്, ഈ ഒലിവ് ഗ്രീനും നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലത്തെ തന്നെ സ്ട്രിപ്പ് പോലെ തന്നെ വരുന്ന മെറ്റീരിയൽ ആണോ അതോ ഈ ടൈപ്പ് പല ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ്? സെയിം മെറ്റീരിയൽ. ഇതിന്റെ തന്നെ നമുക്ക് ഇതിന്റെ 2 കളർ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒലിവ് ഗ്രീനും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഈ ബീച്ച് കളർ നമുക്ക് അവൈലബിൾ ആണ്. അത് റെഡി സ്റ്റോക്ക് ആണ് നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇതുപോലെ സോഫയും പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ബെഡും ഇത് നമ്മുടെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് വളരെ റേറ്റ് റീസണബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. സോഫ ഇവിടുന്ന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എൽ ഷേപ്പിലുള്ളതും അല്ലാത്ത രീതിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഇപ്പം ബെഡും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അത് ചോദിക്കാം ചേട്ടൻ്റെ അടുത്ത്. ഇത് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് പ്രൈസിന് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം മറ്റു ഷോപ്പുകളെല്ലാം പോയി അതിന്റെ പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകും. ഇതിന്റെ പ്രൈസ് എത്ര ആയിരിക്കും? ഇതിന്റെ പ്രൈസ് ആണ് ഇട്ടിരിക്കുന്നത്. മാട്രസ് സെറ്റിന്റെ പ്രൈസ് ആണ്. കിങ്ങിന്റെ പ്രൈസ്, അതായത് മാട്രസും ബെഡിന്റെ പ്രൈസ് ആണ്. അത് മാട്രസിന്റെ ബെഡിന്റെ ക്വാളിറ്റി നമ്മൾ കിട്ടുന്നുണ്ട്. ഈ ബെഡും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഈ ബെഡും മാട്രസും കൂടെയാണ്. ബെഡും മാട്രസും കൂടെ ആണോ? ഓക്കെ. അല്ല ബെഡും മാട്രസും കൂടെ ആണോ ഈ റേറ്റ്? ഈ റേറ്റോ? ഓ അത് ശരി. എന്ന് പറഞ്ഞ പോലെ അപ്പൊ കിങ് ബെഡും മാട്രസും ഓക്കെ. മാട്രസിന് 499, ബെഡിന് 549. അത് ഓട്ടോമാനാണ് ബെഡ്. സ്റ്റോറേജ് നമുക്ക് എത്ര പെട്ടി വേണം കണ്ടോ. നമുക്ക് ഇവിടെ നമ്മുടെ ഇപ്പൊ നമുക്ക് ഈ സ്ഥലമൊക്കെ കുറവുള്ള സ്ഥലമാണ്. നമ്മുടെ പെട്ടികളെ, നമുക്ക് ഉപയോഗിക്കാത്ത ക്ലോത്തുകളെ, നമ്മുടെ ബെഡ്ഷീറ്റുകളെ എല്ലാം നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് പോകാം. അത് വലിയൊരു സ്റ്റോറേജ് ആണ്. ഇത് അയൺ ഫ്രെയിമിലാണ് ഈ സാധനം വരുന്നത്. ഇതിന്റെ 2 കളർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഫ്രണ്ട്സ് ഇത് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. കിങ് സൈസ് ബെഡ് പ്ലസ് മാട്രസ് നിങ്ങൾക്ക് വെറും 949 രൂപ പ്ലസ് വാറ്റ്. അതുപോലെ ഡബിൾ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ 899 രൂപ പ്ലസ് വാറ്റ് കേട്ടോ. 899 രൂപയ്ക്ക് നിങ്ങൾക്ക് ബെഡും കിട്ടും, അതുപോലെ മാട്രസും കിട്ടും കേട്ടോ. അതിന്റെ കൂടെ സ്റ്റോറേജ് സ്പേസ് ഉള്ള ബെഡാ കിട്ടുന്നത്. ഓട്ടോമാൻ ടൈപ്പ് ആണ്. ഇത് ജസ്റ്റ് നമുക്കൊരു സിംഗിൾ ഹാൻഡ് കൊണ്ട് തരുന്നത്. നമുക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് ഇത് കിട്ടാന്നുള്ളത്
ഇതുകൊണ്ട് നമുക്കൊരു സിംഗിൾ ഹാൻഡോടെ നമുക്ക് ഇങ്ങനെ ഒരാൾക്ക് പൊക്കിയെടുക്കാവുന്ന കാര്യം. ഇത് ഹൈഡ്രോളിക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഈ ബെഡിൽ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ മാത്രമേ ഉള്ളൂ അതോ വേറെ ടൈപ്പ് ഉണ്ടോ? ബെഡ് ഫ്രെയിമിൽ നമുക്ക് ഈ ബെഡ് ഫ്രെയിം തന്നെ നമുക്ക് 2 കളർ അവൈലബിൾ ആണ്. ഇത് ക്ലോത്ത് ആണ് ഇത് വരുന്നത്, അതിന്റെ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത്. ഓക്കെ. ഈ ക്ലോത്തിലാണ് നമുക്കിത് 2 കളർ നമുക്ക് അവൈലബിൾ ആണ്. കിങ്ങില്, ഡബിളിൽ നമുക്ക് ബീച്ച് കളറാണ് നമുക്ക് അവൈലബിൾ ആണ്. ഡബിളിൽ. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമ്മൾ ടി വി യൂണിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ടി വിയുടെ ബാക്കിൽ നമ്മൾ ടി വിക്ക് ഒരു ഹൈലൈറ്റ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഒരു പാനൽ വെക്കുമല്ലോ, ആ പാനലാണ്. അപ്പോൾ ഇത് ഏത് മെറ്റീരിയലാണെന്ന് നമുക്ക് ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിക്കാം. വിനീഷ്, ഇത് നമുക്ക് PVC പാനലാണ്. ഓക്കെ. ഇത് ഇനി നമുക്ക് ഇതിന്റെ UV പാനലുകൾ നമുക്കൊരു 6-7 മോഡൽ നമുക്ക് റീസെന്റ് നമ്മുടെ ഷോപ്പിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി നമുക്കിപ്പം ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാക്സിമം നമ്മുടെ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് മന്ത് തൊട്ട്. ഇതൊക്കെ സ്റ്റിൽ നമുക്ക് അവൈലബിൾ ആണ്, ഈ ടൈം നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോ ഒരു 3 മോഡൽ നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഗാലക്സി ടൈപ്പ്, ഒരു ബീച്ച് കളർ, ഒരു ലൈറ്റ് ഗ്രേ കളറിൽ ഏതെങ്കിലും, പിന്നെ വൈറ്റ് കരാറായും ഉണ്ട്. നമുക്ക് 4 മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഇപ്പൊ നിലവിൽ നമുക്ക് ഇനി നമുക്ക് ഒരുപാട് മോഡൽ അവൈലബിൾ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് സോഫയും കാര്യങ്ങളും ബെഡുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെയിനായിട്ട് നമ്മളെല്ലാവരും നോക്കുന്ന പ്രൈസും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നോക്കി ഈ സോഫയ്ക്കൊക്കെ 3+1+1 1099 കിട്ടും. അതുപോലെ 3+2 ആണെങ്കിൽ 1049. പിന്നെ അതുപോലെ വേറെ ഒരു സോഫ നിങ്ങൾക്ക് 1499 ആ റേഞ്ചിന് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ആ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് സോഫ വേണമെന്നുണ്ടെങ്കിൽ നേരെ ബ്ലൂ ചിപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കളക്ഷൻസ് ചെക്ക് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ള ഷോപ്പുകളിലേക്കൊക്കെ പോയി പ്രൈസ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പക്ഷേ നല്ല റീസണബിൾ റേറ്റാണ് കേട്ടോ. ഇത് നല്ല റീസണബിൾ റേറ്റിനാണ് ഇവിടുത്തെ സോഫകൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, പിന്നെ ഈ സോഫ ഈ കിടക്കുന്നതെല്ലാം റിക്ലൈനറാണ് കേട്ടോ. ഇത് മാനുവലി നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഇത് 2 സീറ്ററും ആക്കാം, 3 സീറ്ററും ആക്കാം കേട്ടോ. അങ്ങനത്തെ സോഫകളാണ്. അപ്പം ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാനലുകൾ പറഞ്ഞായിരുന്നു, അതുപോലെ ഇവരുടെ ഫർണിച്ചർ പറഞ്ഞു, ലാമിനേറ്റ് പറഞ്ഞു, ബെഡ് പറഞ്ഞു. അപ്പോൾ ഇനിയും ഇവർക്ക് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വലിയ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിപ്പോൾ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്താം. താങ്ക് യു. അപ്പം ബൈ ബൈ.